നമസ്കാരം. ഇന്ന് രാമായണ പാരായണത്തിൽ അതികായ വധവും ഇന്ദ്രജിത്തിൻ്റെ വിജയവുമാണ് അവതരിപ്പിക്കുന്നത്. കുംഭകർണൻ്റെ മരണം ദശകണ്ഠനെ തളർത്തി. മോഹാലസ്യപ്പെട്ടു. രാവണൻ പലതും പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ ത്രിശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ ഇങ്ങനെ 8 യോദ്ധാക്കൾ രാവണനെ ആശ്വസിപ്പിച്ചു. അവർ യുദ്ധം ജയിച്ചു വരാമെന്ന് പറഞ്ഞ് വിടകൊണ്ടു. പിന്നെ നടന്നത് ഗംഭീര യുദ്ധമാണ്. നരാന്തകനെ അംഗദൻ കൊന്നു. ദേവാന്തകൻ, മഹോദരൻ, ത്രിശിരസ് എന്നിവരോട് അംഗദൻ ഒറ്റയ്ക്ക് പൊരുതി. സഹായത്തിന് മാരുതിയും നീലനുമെത്തി. മാരുതി ദേവാന്തകനെ കൊന്നു. നീലൻ മഹോദരനെ കാലപുരിയിലാക്കി. ത്രിശിരസിൻ്റെ തല മാരുതി വെട്ടി. മഹാപാർശ്വനെ ഋഷഭൻ വധിച്ചു. മത്തനും ഉന്മത്തനും കവികളോട് ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു. അതികായൻ ലക്ഷ്മണനോട് ഏറ്റുമുട്ടി. ലക്ഷ്മണൻ കുഴങ്ങുന്നത് കണ്ടപ്പോൾ വായുദേവൻ മനുഷ്യരൂപത്തിൽ വന്ന് പറഞ്ഞു, പണ്ട് വിരിഞ്ചൻ കൊടുത്ത കഞ്ചുകം ഇവനുണ്ട്, അതുകൊണ്ട് ബ്രഹ്മാസ്ത്രമേതു കൊല്ലുക. ലക്ഷ്മണൻ രാമനെ മനസ്സിൽ ധ്യാനിച്ച് ബ്രഹ്മാസ്ത്രമേതു. അതികായൻ്റെ തല അറ്റുവീണു. രാവണൻ നിരാശനായി. തൻ്റെ മക്കളുടെ മരണം രാവണനെ വല്ലാതെ വേദനിപ്പിച്ചു. ശേഷിക്കുന്ന മകൻ ഇന്ദ്രജിത്താണ്. അവൻ പറഞ്ഞു, അച്ഛാ, വിഷമിക്കണ്ട, എല്ലാവരെയും കൊന്ന് ഞാൻ തിരിച്ചു വരും. രാവണൻ മകനെ അനുഗ്രഹിച്ച് യുദ്ധത്തിനയച്ചു. മേഘനാഥൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ കുരങ്ങന്മാർ പേടിച്ചോടി. ചില കുരങ്ങന്മാർ കല്ലെറിഞ്ഞു. മേഘനാഥൻ അസ്ത്രവിദ്യ തന്നെ പ്രദർശിപ്പിച്ചു. ഒരമ്പിൽ നിന്ന് തന്നെ 10ഉം 100ഉം 1000വുമായി കവികളെ പ്രഹരിച്ചു. മേഘനാഥൻ ബ്രഹ്മാസ്ത്രമേതു. രാമൻ്റെ പട മുഴുവൻ നിലത്ത് വീണു. പിന്നെ രാമലക്ഷ്മണന്മാരും അസ്ത്രമേറ്റ് നിലത്ത് വീണു. യുദ്ധം ജയിച്ച് മേഘനാഥൻ കൊട്ടാരത്തിലെത്തി. വീണ് കിടക്കുന്ന പടയിൽ നിന്ന് ഹനുമാൻ, ജാംബവാൻ, വിഭീഷണൻ ഇവർ മൂവരും എഴുന്നേറ്റു. ദിവ്യജ്ഞനായ ജാംബവാൻ പറഞ്ഞു, എല്ലാവരും മോഹാലസ്യത്തിലാണ്, അതിന് മരുന്നുണ്ട്. നമ്മുടെ മാരുതിയില്ലേ, അവൻ ഹിമാലയത്തിലേക്ക് പറന്ന് മരുന്നുകൾ കൊണ്ടുവരും. കൈലാസത്തിൽ ഋഷഭാദ്രിയിൽ 4 മരുന്നുകളുണ്ട്: വിശല്യകരണി, സന്ധാനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി. ഇത് കേട്ട ഉടനെ വായുപുത്രൻ വലുതായി ആകാശത്തിലേക്ക് എടുത്തു ചാടി യാത്ര തുടർന്നു. ഹനുമാൻ ഔഷധത്തിന് പോകുന്ന കാര്യം രാവണൻ അറിഞ്ഞു. അവൻ രാക്ഷസനായ കാൽനേമിയെ കണ്ടു. ഉടനെ ഒരു സന്യാസി വേഷത്തിൽ ഹിമാലയ പാർശ്വത്തിലായി ഒരു ആശ്രമത്തിൽ ചെന്നിരിക്കുക. ഹനുമാൻ്റെ ക്ഷീണം മാറ്റി അവൻ്റെ വരവിനെ താമസിപ്പിക്കുക. കാലനേമി സന്യാസിയായി ആശ്രമത്തിലിരുന്നു. ഹനുമാൻ ദാഹം തീർക്കാൻ ആശ്രമത്തിൽ കയറി. മുനി ദാഹജലം നൽകി. ദാഹം തീരാഞ്ഞപ്പോൾ പൊയ്ക കാണിച്ചു കൊടുത്തു. അവിടെ പോയി ജലം കുടിക്കാൻ നോക്കുമ്പോൾ ഒരു മുതല ആക്രമിച്ചു. ഹനുമാൻ അതിൻ്റെ വായ് പിളർന്ന് കൊന്നു. അപ്പോൾ ഒരു ദേവസ്ത്രീ പ്രത്യക്ഷപ്പെടുത്തു. പേര് ധന്യമാലി. ഒരു മുനിശാപത്താൽ മുതലയായതാണ്. ഇപ്പോൾ മോക്ഷമായി. അവൾ പറഞ്ഞു, ഇപ്പോൾ കണ്ട മുനി അസുരനാണ്, അവനെ വധിച്ച് ഉടനെ പോകുക. ഹനുമാൻ മുനിയോട് യാത്ര ചോദിച്ചു. ദക്ഷിണ വയ്ക്കാൻ മുനി പറഞ്ഞു. ഹനുമാൻ തൻ്റെ മുഷ്ടിപ്രഹരം കൊണ്ട് ദക്ഷിണ കൊടുത്തു. കാലനേമി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു മാണ് അവതരിപ്പിക്കുന്നത്. ഹനുമാൻ കൈലാസത്തിൽ എവിടെ തിരഞ്ഞിട്ടും ഔഷധങ്ങൾ കണ്ടില്ല. എന്നാൽ ഇതെല്ലാമുള്ള പർവ്വതം തന്നെ പൊട്ടിച്ചെടുത്ത് ഉള്ളം കയ്യിൽ വെച്ച് രാമസന്നിധിയിലെത്തി. ഔഷധത്തിൻ്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റു. യുദ്ധം തുടങ്ങി. സേനാധിപന്മാരെല്ലാം ഒടുങ്ങിയപ്പോൾ മേഘനാഥൻ യുദ്ധത്തിന് വന്നു. പിന്നെ നടന്നത് ഗംഭീര യുദ്ധമാണ്. ലക്ഷ്മണനും മേഘനാഥനും ഏറ്റുമുട്ടി. 3 ദിവസമാണ് ആ യുദ്ധം നടന്നത്. അവസാനം ഇന്ദ്രാസ്ത്രം കൊണ്ട് മേഘനാഥ ശിരസ് ലക്ഷ്മണൻ വെട്ടിയെടുത്തു. രാമൻ ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ലക്ഷ്മണൻ ചെയ്തത്. പുത്രൻ്റെ മരണം രാവണനെ തകർക്കും. മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാരേറ്റവരെന്തിന് നല്ലതു ശങ്കരാ ദൈവമേ. യുദ്ധം വിലാപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനൻ താതനേ. ഖേദമുണ്ടാകരുതേതുമേ മനസ്സേ, താതന് ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തോ വരുന്നതുണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളേണമേ. സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ. എന്നതു കേട്ടു തനയനെയും പുണർന്നെന്നേ സുഖമേ ജയിച്ചു വരിക നീ. വമ്പനം പുത്രനും കുമ്പിട്ടു താതനെ തൻപടയോടും നടന്നു തുടങ്ങിനൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ജംബാരിജിത്തും നികുംബില പുക്കിതു
സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചിതന്നേരം വ്യക്തമല്യാംബരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി നക്തം ജരാധിപപുത്രനുമെത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത് ചിത്രഭാനുപ്രസാദത്താലതിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരാധാദികളോടും അന്തർദാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശരൻ പോർക്കളം പുക്കൊരു നേരം കവികളും രാക്ഷസരെ ചെറുത്താർ തടുത്തിടിനാർ മേഘജാലം വർഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജിപദാതിരഥികളും അന്തകണ്ഠൻപുരിയിൽ ചെന്നു പുക്കവർ കന്തം വരുന്നതു കണ്ടൊരു രാവണി സന്താപമൂടും അന്തർധാനവും ചെയ്ത് സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ വമ്പരാം മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 200 500 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ 50 ബാണം വിവിധനേറ്റു പുനരമ്പത് മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിത വണ്ണമേറ്റു ഗന്ധമാദനൻ മെയ്യിലും 20 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവന്മയിലും 6 പനസനും 7 വിനതനീരാറ് സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 150 കൂടെ വന്നിട്ടിതു 10 ശതബലിക്ക് 9 ധൂമ്രനും 10 മുരട്ടും പ്രമാധിക്കുമേറ്റിതു 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു നദിമുഖന്മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗവയനും 5 സരഭനും 3 ഒരു 4 സുമുഖനും ദുർമുഖനേറ്റിതിരുപത്തിനാലമ്പ് സമാനമായ 65 താരനും ജ്യോനിർമുഖനും 60 പുനരാതങ്കമോടെമ്പത് അഗ്നിവദനനും അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനം സുഗ്രീവനേറ്റു ശരശതം ഇത്തം കവികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ മർക്കടന്മാർ 21 വെള്ളവും അർക്കതനയനും വീണോരനന്തരം ആവതില്ലേതും ഇതിന് നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേരുഷ രാഘവന്മാരെയുമേതു വീഴ്ത്തിനിരുന്നാൻ മേഘനാഥൻ മഹാവീര്യവൃതധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായത് ലോകവും കൗണവാദീശ ജയത്തിനാലാഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു വേഗേന ലങ്കയിൽ പുക്കിരും നീടിനാൻ ലേഖസമൂഹവും മാഴ്കി ഗതാശയ കൈകസി നന്ദനനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്ത് ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൻ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനാക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിതിൽ ആരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര
രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ട് നിർമ്മലന്മാർ നടന്നിടിനാർ. പിന്നെയും പാഥോജ സംഭവനന്ദനൻ ജാമ്പവാൻ താതൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു. കണ്ണു മിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാദരാൽ, നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ. കണ്ണു മിഴിച്ചുകൂടാരുധിരം കൊണ്ടു നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ. രാക്ഷസരാജൻ വിഭീഷണൻ എന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനിടോ, സത്യമേതൻ പുനരെന്നതു കേട്ടവൻ. ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട്, ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയിടൂ. ചോദിച്ചിതാശു വിഭീഷണൻ എന്തെടു വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്ത് സമീരണപുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും. എങ്കിലോ കേൾക്ക നീ, മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. മാരുതനന്ദനൻ ഔഷധത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിയിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൻ. അർക്കോദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണമിങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണൻ അക്കാലനേമി തന്നോടു ചൊല്ലിയിടിനാൻ. ഇക്കാല വൈഭവമെന്തു ചൊല്ലാവതുമൊക്കെ നിന്നോടു ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ശക്തിയേറ്റാശു വീണിടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതോ മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നുരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെന്നിപ്പറയൂ മിടിപ്പിച്ചിതാത്മജൻ എന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും ചൊല്ലാമതിന്നെടു. താപസനായി ചെന്ന് മാർഗമധ്യേ പൊക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോടു ചൊല്ലിനാൻ. സാമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സാമവാമെന്നുടെ വാക്കു കേൾക്കേണമേ. നിന്നെക്കുറിച്ചു മരിപ്പതിന് കാലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീജനക്കണക്കെ മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്ത് രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം, എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും.
ഹന്ത ജഡാത്മകമായ ദേഹം കൊണ്ടുമെന്തു ഫലം തവ ചിന്തിച്ചു കാൺകെടു. സീതയെ രാമന് കൊണ്ടക്കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ട് സന്ധ്യാനമസ്കാരവും ചെയ്ത് ശീഘ്രമേകാന്തേ സുഖാസനം പ്രാപിച്ചു തുഷ്ടനായി സർവവിഷയസംഗങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടാത്മാനമാത്മന സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവരജംഗമജാതികളായുള്ള ദേവതിര്യൻ മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധി ഇന്ദ്രിയാദ്യങ്ങളും നിത്യനം ദേഹി സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായെന്തോന്ന് താൽപ്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഇക്കണ്ട ലോകവൃക്ഷത്തിനനേകഥ സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിത ശ്വേത കൃഷ്ണാദിമയങ്ങളം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളിടും തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ച് തൻ്റെ വശത്താക്കുമാത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകും ഈശ്വരൻ തങ്കലി ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചുകൊള്ളുന്നു. ശുദ്ധനാത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്വഹം മായാഗുണവിമോഹത്തിനാൽ. ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവന് വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി. അദ്യ പ്രവൃത്തി വിമുക്തനാത്മാവിധിജ്ഞാത്വ നിരസ്താശയാജിതകാമനായി ധ്യാനനിരതനായി വാഴുകെന്നാൽ വരുമാനന്ദമേതും വികൽപ്പമില്ലോർക്ക നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മനസ്സേ പാവനെ ഭക്തിപരവശി നിത്യം സഗുണനം ദേവനെ ആശ്രയിച്ചത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം. ഹൃൽ പത്മകർണികാ മധ്യേ സുവർണപീഠോൽപലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനമൈരാവതീ തുല്യപീതാംബരധരം. ഹാരകിരീടകേയൂരാംഗദാങ്കുലീയോരു രത്നാഞ്ജിതകുണ്ടല നൂപുരചാരുകടകടിസൂത്രസ്കൗസ്തുഭ സാരസമാല്യവനമാലികാധരം. ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം. സർവഹൃദിസ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം. ഭക്ത്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവൻ നിർണയം. തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കടനായകന്മാരോടു ചൊല്ലിനാർ
അർക്കതനയനും അങ്കദനും തത് നിൽക്കരുതാരും പുറത്തിന് വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരേ കൂപതടാകങ്ങൾ തൂർക്കാ കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾ കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലൂ വെന്തു പുറഞ്ഞാൽ പുറത്തു പുറപ്പെടുമന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാർ പ്രസാദഗോപുരഹർമ്മ്യഗേഹങ്ങളും ഹാസീസ കാഞ്ചനരൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജിസമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതെരച്ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളമത്ഭുതമെന്നു പറകയും രാത്രിഞ്ചരന്മാർ നിലവിളിഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ച മഞ്ഞതു ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിംബം കലർന്നടുത്താർ കവിവീരരും രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചു മടിച്ചു മിടിച്ചു മങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായെന്നു ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി ബുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റ മകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജമ്പാരി നന്ദനപുത്രനും കോപിച്ച് കമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്തൻ പ്രജങ്കനും യൂപാക്ഷനും തഥാ ശോണിതനേത്രനും കോപിച്ചടുത്താരതു നേരമംഗതൻ കൗണപന്മാർ മൂവരോടും പൊരുതദീക്ഷിണനായി വന്നിതു ബാലീതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര വന്ദേതരം വന്നടുത്താരതു നേരം കൊന്നാൻ പ്രജങ്കനെ താരേയനുമത പിന്നെ യവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിതു ശോണിത നേത്രനെയോ മതമൈന്ദനും യൂപാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തിഹോമം തുടങ്ങിനാൻ രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ടെല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാർ അറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിങ്ങിനി പറ്റരച്ചറ്റകറ്റി ഒഴിഞ്ഞെന്ന് കൽപ്പിച്ചു രാവണിവില്ലും ശരങ്ങളും എൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ
വന്നു നികുംബിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില ഹോമാവിമനെങ്കിൽ നേരെ വിളിച്ചത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോടു കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവൻ. മൃത്യു സമയമടുത്ത ദിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെ എയ്തിടിനാൻ. അപ്പോൾ കഴുത്തിയിലെടുത്തു മരുൾ സുതനുൽപ്പന്നമോദം കുമാരനെ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ട് തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിന് ഭൃത്യനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിയിടിനാൽ എത്രയും നന്നു നിന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാൻ ആസ്തയാ വേല ചെയ്യുന്നതും അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതേതു മുറിച്ചു കളഞ്ഞത ചൊല്ലിനാനാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും. കണ്ടുകൊൾക്കല്ലായിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ടു ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതു വാനര വീരരുമേറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്ര കവചം നുറുക്കിയിട്ടിടിനൻ. രക്താഭിഷിക്ത ശരീരികളായത് നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്ന് സാരഥി തൻ്റെ തലയും മുറിച്ചതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപാമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം. നമസ്കാരം. ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമസ്കാരം.